നമ്മുടെ മോർണിംഗ് വാക്ക്, നമ്മുടെ കോപ്പ് ടു വാക്ക് വേയിൽ നമ്മളിങ്ങനെ തുടരുകയാണ്. അടുത്ത വാർത്തയിലേക്ക് പോകാൻ സമയമാവുന്നു. അടുത്ത വാർത്തയിലേക്ക് പോകുമ്പോൾ നമ്മുടെ സുരേന്ദ്രകുമാർ ചേട്ടൻ എല്ലാ ദിവസവും കാണുന്നതാണ്. ഇന്ന് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ചേട്ടൻ. പിന്നെ നമുക്ക് അമേരിക്കയിലേക്ക് പോകാം. ന്യൂജേഴ്സിയിൽ നമ്മുടെ മധു കൊട്ടാരക്കര കാത്തു നിൽക്കുന്നുണ്ട്. കൊളംബിയയും അമേരിക്കയും നേർക്കുനേർ. കൊളംബിയയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% അധിക നികുതി ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US തിരിച്ചയച്ച അനധികൃത കുടിയേറ്റക്കാരുടെ വിമാനത്തിന് കൊളംബിയ ലാൻഡിംഗ് അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി. മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ ചേരുന്നു. മധു, ഗുഡ് ഈവനിങ്. അവിടെ ഗുഡ് ഈവനിങ് ആണ്. ഞാൻ ഇവിടെയുള്ള പ്രേക്ഷകർക്ക് ഗുഡ് മോർണിംഗ് കൂടെ പറയുന്നു. ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. അപ്പോൾ കാര്യങ്ങൾ വഷളായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അമേരിക്കയുടെ ശക്തമായ നിലപാട്, അല്ലെങ്കിൽ ട്രംപൻ നയങ്ങൾ, അതിനെതിരെ ലോകരാഷ്ട്രങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊളംബിയയുടെ ഈ വിഷയത്തെ കാണാം. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ കുടിയേറ്റക്കാരെ തിരിച്ചയക്കും എന്ന് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷെ കൊളംബിയ അനുമതി നിഷേധിക്കുന്നു. ഇതുപോലെ മറ്റ് രാജ്യങ്ങളും തുടർന്നാൽ എന്താവും സ്ഥിതി എന്ന വലിയ ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. അമേരിക്കയും കൊളംബിയയും നേർക്കുനേർ പോരടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ ഹൈലൈറ്റ്. അനധികൃത കുടിയേറ്റക്കാരുമായി കൊളംബിയയിലേക്ക് പറന്ന 2 അമേരിക്കൻ സൈനിക വിമാനങ്ങൾ നിലത്തിറങ്ങുവാൻ കൊളംബിയ അനുവാദം നൽകാത്തതോടു കൂടിയാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം. കൊളംബിയയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% അധിക നികുതി ഇതിനെ തുടർന്ന് ഏർപ്പെടുത്തുകയും ചെയ്തു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്നെയുമല്ല, കൊളംബിയയിൽ നിന്നുള്ളവരുടെ വിസ പ്രോസസ്സിംഗ് അമേരിക്ക സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രതിദിനം ഏതാണ്ട് 1000-ലധികം വിസകളായിരുന്നു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഈ സൈനിക വിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ച വ്യക്തികൾക്ക് അമേരിക്കയിലേക്കുള്ള യാത്രാ നിരോധനവും ഏർപ്പെടുത്തിയതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും അറിയിക്കുന്നുണ്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു ഉത്തരവ് വന്നിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം തിരിച്ചടി പോലെ അമേരിക്കൻ ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് ഒരു 25% നികുതി ചുമത്തുവാൻ കൊളംബിയൻ പ്രസിഡന്റ് ഗസ്റ്റാവോ പെട്രോയും ഉത്തരവിടുകയുണ്ടായി. ഇത് അമേരിക്ക സ്വീകരിച്ചതുപോലെ തന്നെ തങ്ങളും സ്വീകരിക്കുന്നുവെന്നാണ് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇത്തരം ഒരു നികുതി ഏർപ്പെടുത്തുവാനായിട്ട് കൊളംബിയൻ പ്രസിഡന്റ് ഉത്തരവിട്ടത്. ഇനിയും ഈ കൂടുതൽ നിയന്ത്രണങ്ങളൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ടെന്നും ഇത് മറ്റ് രാജ്യങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ടൊക്കെ കണക്കാക്കണമെന്നും വൈറ്റ് ഹൗസ് ഈ അനധികൃത കുടിയേറ്റക്കാരുമായിട്ട് കൊളംബിയയിലേക്ക് പോയി വിമാനങ്ങൾ തടഞ്ഞതിനെ തുടർന്നുള്ള ഈ നടപടികൾ എടുത്തതിനെ കുറിച്ചുള്ള ഒരു പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ഈ കൊളംബിയയിലെ സാമ്പത്തിക വിദേശകാര്യ വിദഗ്ധർ ഗവൺമെന്റിനോട് പറഞ്ഞിരിക്കുന്നു, കൊളംബിയൻ ഗവൺമെന്റിനോട് പറഞ്ഞിരിക്കുന്നത് വളരെ സംയമനത്തോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടണം, അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഒരു കാരണവശാലും വഷളാക്കരുതെന്നാണ് മുൻ വിദേശകാര്യ മന്ത്രിമാരും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രജിൻ, ക്രിസ്റ്റീന, 2024 ഏതാണ്ട് ഇരു സർക്കാരുകളുടെയും അംഗീകാരത്തോടെ US നിന്ന് കൊളംബിയയിലേക്ക് സമാന രീതിയിൽ 124 വിമാനങ്ങളിൽ അനധികൃത കുടിയേറ്റക്കാരെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൃഷ്ണ, പ്രജിൻ. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ പൊട്ടലും ചീറ്റലുമൊക്കെ ചെറിയ രീതിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഇപ്പൊ ട്രംപിന്റെ നടപടികൾ എന്ന് പറഞ്ഞാൽ തിടുക്കപ്പെട്ടാണ്. മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഒരു ദിവസം ഇതുപോലെ വിമാനത്തിൽ കയറ്റി ആൾക്കാരെ തിരിച്ചയക്കുമ്പോൾ അവർക്കും പല നടപടിക്രമങ്ങളും പാലിക്കാനുണ്ട്, അവർക്കും അതിനായുള്ള സജ്ജീകരണങ്ങൾ നടത്താനുണ്ട്. അപ്പൊ ആ രാജ്യത്തെ നേരത്തെ തന്നെ അറിയിക്കുക, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. എത്ര പേര് വരും എന്നൊന്നും അവർക്കറിയില്ലല്ലോ. മാത്രമല്ല അമേരിക്ക ഇത് ബാധിക്കും. അന്ന് ഒരുപക്ഷെ ട്രംപിന്റെ മുന്നിൽ വെച്ച് ആ ബിഷപ്പ് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, വനിതാ ബിഷപ്പ് പറഞ്ഞത്. അതായത് ഇതിൽ ഈ അനധികൃത കുടിയേറ്റക്കാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുറത്താക്കാൻ പോകുന്നത് അമേരിക്കയുടെ തന്നെ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ്. പ്രത്യേകിച്ചും ഈ ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വീപ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അവരൊക്കെയാണ് പലപ്പോഴും ഇതിനകത്തുള്ളത്. അപ്പൊ അവരെ പുറത്താക്കുമ്പോൾ പെട്ടെന്ന് അത് അമേരിക്കയും ബാധിക്കാൻ പോവുകയാണ്. അതൊക്കെ തിരിച്ചറിയണം എന്നാണ് പറഞ്ഞത്. മുൻ റിസർവ് ബാങ്ക് ഗവർണറായ ഡോക്ടർ രഘുറാം രാജനും ഇതേ അഭിപ്രായം. അമേരിക്കയ്ക്കാണ് ഈ നയങ്ങൾ ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്നതെന്നാണ് അദ്ദേഹം ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ പറഞ്ഞത്. നമുക്കിനി അടുത്ത വാർത്തയിലേക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നു. മുന്നണി വിടണം എന്ന ആവശ്യം ശക്തമാക്കി BDJS കോട്ടയം ജില്ലാ നേതൃ ക്യാമ്പിൽ പ്രമേയം. കഴിഞ്ഞ 9 വർഷക്കാലമായി BJPയിൽ നിന്നും NDയിൽ നിന്നുമുണ്ടായ അവഗണനയിൽ പ്രതിഷേധിച്ച് മുന്നണി വിടണം എന്നാണ് ഈ പ്രമേയത്തിൽ പറയുന്നത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ആണ് ചേരുന്നത്. ടോബി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും BDJS പറയുന്നത് അവർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവഗണന ഉണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, BDJS BJP വിടുമോ ഇല്ലയോ, NDA വിടുമോ ഇല്ലയോ?
ഒരു കോട്ടയത്ത് ഇന്നലെ ചേർന്ന നേതൃ ക്യാമ്പിലാണ് ഈ ഒരു ചർച്ച ഉണ്ടായത്. പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന, എന്തായാലും ഈ ഒരു ചർച്ചകൾ സജീവമായിരിക്കുന്നു. പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ശക്തി തെളിയിക്കുക എന്നുള്ളത് അവരുടെ മുന്നിൽ ഒരു വലിയ ഒരു കാര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ വലിയ അവഗണന നേരിടുന്നു എന്ന് തന്നെയാണ് ഇന്നലെ ചേർന്ന നേതൃയോഗം വിലയിരുത്തിയത്. കഴിഞ്ഞ 9 വർഷമായി BJP-യിൽ നിന്നും BDJS-ൽ നിന്നും ഈ ഒരു സ്ഥിതി തുടരുകയാണ്. മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് സമാനമായ ചില പ്രതികരണങ്ങളും അല്ലെങ്കിൽ BDJS-ന് അർഹമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ബോർഡ് കോർപ്പറേഷനുകളിലൊക്കെ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള പരാതി അടക്കം ഇതിനു മുമ്പ് തന്നെ പുറത്തു വന്നതാണ്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു പ്രതികരണം കൂടി വന്നിരിക്കുന്നത്. എന്തായാലും തുഷാർ വെള്ളാപ്പള്ളി ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുകൂടി ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട്. ഇന്നലെയാണ് ഈ യോഗം കൊടിമതയിലുള്ള ഒരു ഹാളിൽ ചേർന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ BJP-യുടെ പുനഃസംഘടന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇത് രണ്ടും വരികയാണ്. അപ്പോൾ ഒരു മുന്നണി മാറ്റം സാധ്യമാകുമോ എന്നുള്ള കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. അതല്ല കൂടുതൽ സമ്മർദ്ദങ്ങൾ ചെലുത്തി കൂടുതൽ സീറ്റുകളും മറ്റും മേടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രമാണ് എന്ന് പോലും പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി വിശദമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തേണ്ടത് NDA നേതൃത്വത്തിലുള്ളവരൊക്കെ തന്നെയാണ്. തുഷാർ വെള്ളാപ്പള്ളി ആ നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ടോബി ജോൺസണാണ് വിശദാംശങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്നും. അപ്പോൾ അത്ര ശുഭമല്ല NDAക്ക് ഇത്തരം കാര്യങ്ങൾ. കാരണം പ്രാദേശിക വിഷയങ്ങളാണ്, ജില്ലാ അടിസ്ഥാനത്തിലുള്ള വിഷയങ്ങളാണ്. പക്ഷെ അത് ഇങ്ങനെ പുകഞ്ഞു വരുന്നുണ്ട്. പാലക്കാട് നമ്മൾ കാണുന്നു, കോട്ടയത്ത് വരുന്നു, അങ്ങനെ. അപ്പോൾ നമ്മുടെ പഴയ ഗവർണറും സർക്കാരുമായി കനത്ത പോരിലായിരുന്നു. ആ സമയത്ത് ബില്ലുകൾ പലതും പെൻഡിംഗ് ഉണ്ട്, പാസ്സായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇന്ന് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, നോക്കാം. ബില്ലുകളിൽ തീരുമാനമെടുക്കാത്തതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരെ കേരളം നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഹർജിയിൽ നേരത്തെ ഗവർണറുടെ സെക്രട്ടറിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നു. നിയമസഭ പാസാക്കിയ 4 ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞുവച്ചത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് കേരള സർക്കാരിന്റെ വാദം. ഇനി ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മൊത്തം ചൂടിലാണ് നമ്മുടെ ഡൽഹി എന്ന് പറയാം. അവിടെ ആം ആദ്മി പാർട്ടിയുടെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കും പത്രിക പുറത്തിറക്കുക. കൂടുതൽ സൗജന്യ വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചേക്കും. തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾ തമ്മിലുള്ള വാക്പോര് മുറുകുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം അഴിമതിയിൽ മുങ്ങിയതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരോപിച്ചു. നാളെ മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ BJP-ക്കായി പ്രചാരണത്തിനിറങ്ങും. യെസ്, നമുക്ക് അടുത്ത ഒരു സ്റ്റോറിയിലേക്കൊക്കെ പോകാനുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊന്ന് കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോയാലോ അല്ലേ? പോലോ. അതെ. അപ്പോൾ കമന്റ് ബോക്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മിനി ചേച്ചി അറിയിക്കുന്നുണ്ട്. ആഷാവി സിംഗപ്പൂരിൽ നിന്ന്. ഞാൻ വിചാരിക്കായിരുന്നല്ലോ കണ്ടില്ലല്ലോ എന്ന്. ആഷ ചേച്ചി അയക്കുന്ന കമന്റ്സ് ഒന്നും വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നമുക്കതൊന്ന് പരിശോധിക്കാം. ഷോൾ PK പറയുന്നുണ്ട്, നിങ്ങൾക്ക് സ്ഥിരം കമന്റ് പറയുന്ന 4 പേരെ മതിയോ? പെട്ടെന്ന് വന്നു പോയതാണ്, ക്ഷമിക്കണം. അപ്പോൾ 4 പേരെ മതിയോ എന്ന് ചോദിക്കുന്നു. അല്ല, എല്ലാവരെയും വേണം. ബീന ജയ്, ഒരുപാട് പേര് കമന്റ്സ് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഉത്തരാഖണ്ഡിലെ ഒരു പാക്കേജ് വന്നിട്ടുണ്ട്. അത് തോന്നുന്നു അതിന് മുമ്പ് നമുക്ക് കോഴിക്കോട് ഒരു പുതിയ വാർത്ത വരുന്നുണ്ട്. സമീർ സി മുഹമ്മദ് ഒരു വാർത്ത ഷെയർ ചെയ്യുന്നുണ്ട്. കോഴിക്കോട് മൂരിയാട് വീടിന് തീപിടിച്ചു എന്നൊരു വാർത്തയാണ്. മൂർക്കുന്ന പടന്നയിൽ മൊയ്തീൻ കോയയുടെ വീടിനാണ് തീപിടിച്ചത്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കിൽ നിന്ന് തീ പടർന്നാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, എന്താണ് ഈ അപകടം എങ്ങനെയുണ്ടായി? സമീർ അല്പസമയത്തിനകം നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നമുക്ക് പണ്ടും വാർത്തകൾ ഇതേപോലെ വന്നിട്ടുണ്ട്. അതായത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ തീപിടിക്കുന്നു, ആ തീ വീട്ടിലേക്ക് പടരുന്നു, അപകടമുണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഈ വീട്ടുമുറ്റത്ത് നിർത്തിയിരുന്ന ബൈക്കിനാണ് തീ പിടിച്ചത്. ആ ബൈക്കിൽ നിന്ന് തീ പടർന്നാണ് ഈ നമ്മുടെ ഇപ്പോൾ നമ്മൾ കേട്ട മൂർക്കുന്ന പടന്നയിൽ മൊയ്തീൻ കോയയുടെ വീടിന് തീ പിടിച്ചിരിക്കുന്നത്. മൂരിയാടാണ്, കോഴിക്കോട് മൂരിയാടാണ് ഈ സ്ഥലം. അപ്പോൾ ഈ അപകടത്തിൽ എന്തൊക്കെയാണ് അതിന് കാരണം, എന്താണ്? സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എന്താണ് സംഭവിച്ചത്? ഈ ഇലക്ട്രിക് ബൈക്കാണോ ഇത്? ഈ തീപിടിക്കാനിടയുണ്ടായ സാഹചര്യം, അതിന് കാരണമൊക്കെ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ?
പ്രജിൻ ക്രിസ്റ്റീന, ഈ അപകട കാരണം എന്താണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഇലക്ട്രിക് സ്കൂട്ടർ അല്ല, സാധാരണ പെട്രോൾ ഉപയോഗിച്ച് ഇന്ധനം ഉപയോഗിച്ച് ഓടിക്കുന്ന വാഹനം തന്നെയാണ്. അതിൽ നിന്നാണ് ആദ്യം തീ പടർന്നത്. അതിൽ നിന്ന് തീ പടർന്നു പിടിക്കുകയും അങ്ങനെ 2 വീടുകളിലേക്ക്, ഒന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ, അതായത് ഈ വീട്ടുടമസ്ഥനായിട്ടുള്ള മൂർക്കന്നപ്പടയിൽ മൊയ്തീൻ കോയയുടെ വീടിനും ഒപ്പം ഇതിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു ക്വാർട്ടേഴ്സ് കൂടിയുണ്ട്, ഇദ്ദേഹത്തിൻ്റെ തന്നെ ഉടമസ്ഥയിലുള്ളതാണ്. അവിടെ 5 കുടുംബങ്ങൾ വസിക്കുന്നുമുണ്ട്. ഈ ഭാഗത്തേക്കും തീ പടരുകയായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു തീപടർച്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇവർ ഫയർഫോഴ്സിനെ അറിയിച്ചു. ബീച്ച് ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള 2 യൂണിറ്റ് എത്തിക്കൊണ്ടാണ് മണിക്കൂറുകളോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ അത് പൂർണ്ണമായും അണച്ചിട്ടുള്ളത്. വലിയ രീതിയിലേക്ക് ആളപായമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ അത്യാവശ്യം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ അപകട കാരണം എന്താണ് എന്ന് കണ്ടെത്താൻ ഫയർഫോഴ്സിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 1:45 കൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഈ വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു. ഈ മൊയ്തീൻ കോയും കുടുംബം ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് ഇവരുടെ തന്നെ ഉടമസ്ഥയുള്ള ഈ ക്വാർട്ടേഴ്സിലും കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ അത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി തന്നെ അതിനകത്ത് ഇടപെടാൻ അവർക്ക് കഴിഞ്ഞു. വളരെ വേഗത്തിൽ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും സഹായത്തോടു കൂടി തീ അണച്ചിട്ടുണ്ട്. എന്തായാലും ഈ അപകട കാരണം എന്താണ് എന്ന് കണ്ടെത്താനുള്ള നടപടികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സമയം 6:42 കമന്റ് ബോക്സിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. മനോജ് ലാൽ, റഷീദ് കേച്ചേരി, ഹാഷിം ഹബീബ്, അതുപോലെ ജോനാഥൻ ചോദിക്കുന്നു, ക്രിസ്റ്റീന ചെങ്ങന്നൂരിലെ സരസ് മേളയ്ക്ക് പോകുന്നില്ല, എൻ്റെ നാടാണ്. അപ്പോൾ ഗംഭീരമായ സരസ് മേള അവിടെ നടക്കുകയാണ്. നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അവിടെ വരെ പോകാനുള്ള ഒരു സമയം ലഭിക്കാത്തതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ജയൻ നായരുടെ കമന്റ് ഉണ്ട്. ജംഷീർ, ബീന ജയ്, അബു സീന മുഹമ്മദ് പറഞ്ഞിരുന്നു, കൂട്ടുകാരി എന്തോ ഒരു സംരംഭം തുടങ്ങിയാണ്, എല്ലാവിധ ആശംസകൾ. സിന്ധു കേസ് പറഞ്ഞു, എന്താ ക്രിസ്റ്റീന കുട്ടി എന്റെ മെസ്സേജ് കാണുന്നില്ലേ? കാണുന്നുവെങ്കിൽ പ്രജിനോട് ഒരു പാട്ട് പാടാൻ പറയൂ. ഇപ്പം ഞാനാണ് സിന്ധു കേസ് മെസ്സേജ് വായിച്ചിരിക്കുന്നത്. മാത്രമല്ല വേറെ ആരോ കൂടെ പറഞ്ഞു, ഞങ്ങളുടെ കണ്ണൂരിന്റെ യേശുദാസ് എന്തുകൊണ്ട് പാട്ട് പാടുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ജസീന ഹസീനും ഒരു പരാതിയുണ്ട്, ചിലരുടെ കമന്റ് മാത്രം എന്നും വായിക്കുന്നുണ്ടല്ലോ. എന്നാ ഞങ്ങൾ വായിച്ചിരിക്കുന്നു. മിനി ബാബു മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 2 പേർക്കും ഇടിയപ്പവും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്, നടന്നു വന്നാൽ കഴിച്ചിട്ട് പോകാം. അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടതാണ്. നടന്നാൽ അവിടെ എത്തില്ല എന്ന് കൃത്യമായിട്ട് മിനിച്ചേച്ചിക്ക് അറിയാം. അതെ. അപ്പൊ രമേശ് ബാബു, നീതു അഭിലാഷ്, ഷൈനി റഷീദ്, നീതുവും പറയുന്നുണ്ട് ഒരു പാട്ട് പാടാമോ പ്രജിൻ? നല്ല പാട്ട് പാടാം. നമുക്ക് തിരിച്ച് ബ്രേക്ക് കഴിഞ്ഞെത്തുമ്പോഴത്തേക്ക് നമുക്കൊരു പാട്ടൊക്കെ പാടാം. അപ്പൊ ഒരു ചെറിയ ഇടവേള എടുക്കുന്നു. പെട്ടെന്ന് തിരികെ എത്താം മറ്റ് വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും. മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം മെല്ലെ തുറന്നതാരോ, ചെല്ലപ്പൂങ്കാറ്റു പൂനിലാവോ, പൂനിലാവിൻ തേരിൽ വരും ഗന്ധർവനോ, മൗനത്തിൻ ഇടനാഴിയിൽ ഒരു ജാലകം. ഓരോ ദിവസവും ഞാൻ ഗംഭീരം, അടിപൊളി എന്നൊക്കെ പറഞ്ഞ് എന്റെ ഡിക്ഷണറിയിൽ ഇപ്പോൾ വാക്കില്ല, ലെക്സിക്കോഗ്രഫി തീർന്നു പോവാണ്. ഫാന്റാബുലസ് എന്ന് പറഞ്ഞാൽ ഫാന്റാസ്റ്റിക്കും ഫാബുലസും കൂടി ചേർന്ന് ഫാന്റാബുലസ്. ശരി. ഓക്കെ, അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോവാം. അതെ, നാട്ടുകാരെങ്കിലേ വെറുത്ത് പോകുന്നു. ഉത്തരാഖണ്ഡിലുള്ള വാർത്തയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ഇന്ന് മുതൽ നിലവിൽ വരും എന്നാണ് ആ സുപ്രധാന വാർത്ത. എല്ലാ പൗരന്മാർക്കും തുല്യാവകാശം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. ST വിഭാഗത്തിനും മറ്റ് സുരക്ഷിത വിഭാഗങ്ങൾക്കും UCC ബാധകമാകില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതോടെ വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ, പിന്തുടർച്ചാവകാശം, സ്വത്തവകാശം തുടങ്ങി സംസ്ഥാനത്തെ എല്ലാ പൗരന്മാർക്കും ഒരേ നിയമമാകും. ജാതിയോ മതമോ ലിംഗഭേദമോ സംബന്ധിച്ച് പ്രത്യേക പരിഗണനകൾ ഉണ്ടാകില്ല. ഭൂമിയിലും സ്വത്തിലും മതം പരിഗണിക്കാതെ എല്ലാവർക്കും തുല്യ നിയമം. ശൈശവ വിവാഹ നിരോധനം, എല്ലാ മതത്തിനും ഉൾപ്പെട്ടവർക്ക് ഏകീകൃത വിവാഹപ്രായം, സ്ത്രീകൾക്ക് 18ഉം പുരുഷന്മാർക്ക് 21ഉമാണ് വിവാഹ പ്രായപരിധി. വിവാഹ ചടങ്ങുകളിൽ മതപരമായ ആചാരങ്ങൾ തുടരാമെങ്കിലും നിയമപരമായ അനുമതി നിർബന്ധമാണ്. ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾക്കും രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. സാക്ഷ്യപത്രത്തിൽ വീഴ്ച വരുത്തുകയോ തെറ്റായ വിവരം നൽകുകയോ ചെയ്താൽ 3 വർഷം വരെ തടവോ 25,000 രൂപ വരെ പിഴയോ ലഭിക്കാം. ഇത്തരം ബന്ധങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ സ്വത്തവകാശവും ഉണ്ടാകും. ലിവിംഗ് ടുഗദർ റിലേഷനിലുള്ള സ്ത്രീ പുരുഷനാൽ വഞ്ചിക്കപ്പെട്ടാൽ ജീവനാംശം നൽകണം. UCC പോർട്ടൽ മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഇതിനായുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി. പോർട്ടലിൽ ഓൺലൈനായും രജിസ്റ്റർ ചെയ്യാം. സർക്കാർ രൂപീകരിക്കുന്നതിന് മുൻപ് നൽകിയ വാഗ്ദാനമാണ് പാലിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വ്യക്തമാക്കിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ താമസിക്കുന്ന എല്ലാവർക്കും
സംസ്ഥാനത്തിന് പുറത്തു കഴിയുന്ന ഉത്തരാഖണ്ഡുകാർക്കും നിയമം ബാധകമാണ്. 24 ഡൽഹി. യെസ്, അപ്പോൾ ഉത്തരാഖണ്ഡിലാണ് എന്തായാലും ഈ പറയുന്നത് പോലെ ഏക സിവിൽ കോഡ് വരുന്നത്. അത് രാജ്യവ്യാപകമാക്കണം എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ കുറേ നാളുകളായുള്ള പ്രഖ്യാപനവും, അല്ലേ? അതെ. ഇനി ബംഗളൂരുവിലേക്ക് നമുക്ക് പോകണം. ഒരു ഒറ്റ കമന്റ് വായിക്കാം. നീതു ജോർജ് പറയുന്നു, കുറച്ച് മുൻപ് ആരോ പറഞ്ഞത് കറക്റ്റാണ്. എപ്പോഴും കമന്റ് ചെയ്യുന്നവരെ മാത്രം മതിയല്ലോ. ഞാൻ ജോഗിംഗ് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യും, കമന്റ് ചെയ്യാൻ ഇനി ഒരിക്കലും ചെയ്യില്ല. ഇല്ല, ഞാൻ നീതു ജോർജ് ഇന്ന് വായിച്ചിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ കടുത്ത നിലപാടുകളിലേക്ക് പോരുത്. അതെ, ജാനുവരി 25 സയാൻ റനീഷ് എന്ന് പറയുന്ന മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മള് കമന്റ് ബോക്സിൽ കമന്റ്സ് കാണുന്നുണ്ട്. പ്രജിൻ പറഞ്ഞിരുന്നോ ഖത്തറിലേക്ക് പോകുന്നു? ഇല്ലല്ലോ, പറഞ്ഞു. എനിക്കറിയില്ല. ജയൻ നായർ ചേട്ടൻ പറയുന്നത് അദ്ദേഹം ഡൽഹിയിലേക്ക് വിളിച്ചു വന്നിട്ട് ഡൽഹിയിലേക്ക് പോകാതെ ഖത്തറിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്, അതിലേക്ക് പോകാം അല്ലേ? ഹൈദരാബാദിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കിടെ ബോട്ടുകൾക്ക് തീപിടിച്ചു എന്നാണ് ആ വാർത്ത. ബോട്ടിൽ സൂക്ഷിച്ച പടക്കത്തിന് തീപിടിച്ചാണ് ഈ അപകടം ഉണ്ടായത്. 2 പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി, ഗവർണർ ജിഷ്ണുദേവ് വർമ്മ എന്നിവർ പങ്കെടുത്ത പരിപാടിയിലാണ് അപകടം. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്നുള്ളത്. അരുൺ, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ. ഇന്നലെ രാത്രിയാണ് ഈ അപകടമുണ്ടായത്. ഹൈദരാബാദ് ഹുസൈൻ സാഗർ തടാകത്തിന് തീരത്താണ് ഭാരത് മാതാ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഈ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ഈ കൾച്ചറൽ പ്രോഗ്രാമുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ പരിപാടിക്ക് ശേഷം ഈ പടക്കങ്ങൾ പൊട്ടിക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിരുന്നു. ആ പരിപാടി കഴിഞ്ഞ ഉടൻ തൊട്ടു പിന്നാലെ തന്നെ ഈ പടക്കങ്ങൾ പൊട്ടിച്ചു തുടങ്ങി. അതിനിടെ മുകളിൽ പോയി പൊട്ടുന്ന പടക്കത്തിന്റെ ഒരു തരി തെറിച്ചാണ് ഈ 2 ബോട്ടുകളിലായി സൂക്ഷിച്ച മുഴുവൻ പടക്കങ്ങളും പൊട്ടിത്തെറിച്ചത്. ഒരു സ്ഫോടനം പോലെ തന്നെ അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. 2 ബോട്ടുകളിലായിട്ടാണ് ഈ പടക്കങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തത്. അത് പൂർണ്ണമായും തീ പടരുകയും ചെയ്തു. 2 ബോട്ടുകളും പൂർണ്ണമായി തന്നെ കത്തി നശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 2 പേർക്കാണ് പൊള്ളലേറ്റിട്ടുള്ളത്. അതിൽ ഒരാളുടെ നില ഗുരുതരമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയും ഗവർണർ ജിഷ്ണുദേവ് വർമ്മ ഉൾപ്പെടെ ഉള്ളവർ പ്രമുഖർ പങ്കെടുത്ത പരിപാടിക്കിടെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിൽ ഒരു അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിലവിൽ പുറത്തു വന്നിട്ടുമുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇന്നലെ വന്ന ഒരു വിയോഗ വാർത്തയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ, ഞങ്ങളുടെ നാട്ടുകാരൻ, വളരെ പ്രശസ്തനായ ഒരുപാട് കാര്യങ്ങൾ, നന്മകൾ മനുഷ്യർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ്. അന്തരിച്ച പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ KM ചെറിയാന്റെ മൃതദേഹം വെള്ളിയാഴ്ച സംസ്കരിക്കും. ഇന്നലെ വൈകിട്ടോടെയാണ് മൃതദേഹം ചെന്നൈയിൽ എത്തിച്ചത്. KM ചെറിയാൻ സ്ഥാപിച്ച ഫ്രോണ്ടിയർ ലൈഫ് കെയർ ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിദേശത്ത് നിന്നും ബന്ധുക്കൾ എത്തേണ്ടതിനാലാണ് സംസ്കാര ചടങ്ങുകൾ വൈകുന്നത്. കീഴ്പ്പാക്കത്തെ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും എന്ന സൂചനകളൂടി വരുന്നു. ശനിയാഴ്ച രാത്രി ബംഗളൂരുവിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അതെ, അദ്ദേഹത്തെക്കുറിച്ച് അധികം ആർക്കും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ചെടികളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. പലപ്പോഴും ഈ ചെന്നൈയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ സഞ്ചരിക്കുന്ന ബോഗി നിറയെ ചെടികൾ വാങ്ങിക്കൊണ്ട് പോകുന്ന, തിരിച്ചു വരുമ്പോഴുമൊക്കെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ വിൻറ്റേജ് കാറുകളോടുള്ള അദ്ദേഹത്തിൻ്റെ ഭ്രമവും ഈ ചെങ്ങന്നൂരുകാർക്ക് അറിയാവുന്നതാണ്. നമ്മുടെ അവിടുത്തെ ഒരു PRO നെബു എന്നോട് ഇന്നലെ പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇത്തരം കൗതുകമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത്. നമുക്ക് അടുത്ത ഒരു വാർത്ത കൂടി പോവാം അല്ലെ? പ്രശസ്ത സാഹിത്യകാരൻ MK സാനുവിന്റെ 98ാം പിറന്നാൾ ആഘോഷവും കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതിന്റെ ആദരവും മംഗലം കുടുംബയോഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തി. ആലപ്പുഴ തോണ്ടംകുളങ്ങര ഗൗരി റിസോർട്ടിൽ നടന്ന പരിപാടിയിൽ 200ഓളം കുടുംബങ്ങൾ പങ്കെടുത്തു. മംഗലം കുടുംബയോഗം പ്രസിഡന്റ് മനോജ് മണ്ണടി അധ്യക്ഷത വഹിച്ചു. കുടുംബയോഗം സെക്രട്ടറി VC വിശ്വകുമാരൻ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ദീപ്തി സുരേഷ് പുതിയ കാലത്തെ രോഗപ്രതിരോധത്തിനുള്ള ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ദീപ്തി സുമേഷ്. മോർണിംഗ് വാക്ക് തുടരുകയാണ്. അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോകണം. അതിനു മുമ്പ് അതായത് നമ്മുടെ ഒരുപാട് പേര് പിന്നെയും പരാതി പറയുന്നുണ്ട്. രവികുമാർ PB പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്. പേര് പെട്ടെന്ന് വായിക്കും. എല്ലാ ദിവസവും പറയാറുണ്ട്, എന്നിട്ടും പരാതി തന്നെ വളരെ മോശമായി ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് കേട്ടോ. അപ്പോ നൌഷാദ്, നസീമ KA, ആരിഫ AP കളത്തൂർ, പ്രദീപ് ഉത്രാടം, ബേസിൽ അലക്സാണ്ടർ, സുലൈമാൻ അബ്ദുൽ ഖാദർ, വൈറ്റ് ഏഞ്ചൽ, പ്രതീഷ്, FOU, ഷീജ MK, ജോമോൻ, മനോജ് ലാൽ, രമേശ് മനോജ് ലാൽ പറയുന്നു പൊന്മുടിയിലൂടെ വരണമെന്ന് പറയുന്നു. ജക്സി
രാകേഷ്, ഗോപിനാഥൻ, മുസ്തഫ, വിപിൻ MK, മധു K, ആര്യൻ വൈബ്. എല്ലാം വായിക്കാൻ നമുക്ക് നമ്മുടെ സമയം പോകുന്നുണ്ട്. അതെ അതെ അതെ. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ വിഷസ് ഒക്കെ അറിയിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും പേര് വായിച്ചിട്ടുണ്ട് മാക്സിമം. ഇനി അടുത്ത വാർത്തയിലേക്ക് പോകാം. പോക്സോ കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ BV നാഗരത്ന, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ചാണ് ഈ അപേക്ഷ പരിഗണിക്കുന്നത്. 4 വയസ്സുകാരെ പീഡിപ്പിച്ച കേസിലാണ് മുൻകൂർ ജാമ്യം തേടി കൂട്ടിക്കൽ ജയചന്ദ്രൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ആവശ്യം തള്ളിയിരുന്നു. കുട്ടിയുടെ മൊഴി അവിശ്വസിക്കേണ്ടതില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതിയുടെ നടപടി. ഇതിന് പിന്നാലെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. കൂട്ടിക്കൽ ജയചന്ദ്രൻ കഴിഞ്ഞ 7 മാസമായി ഒളിവിലാണ്. യെസ്, അതാണ് ആ വാർത്തയുടെ അപ്ഡേറ്റ്. അതോടൊപ്പം വിശ്വസ് പറഞ്ഞ സമയത്താണ് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്. ഇന്നലെ നമ്മുടെ ലൈബ്രറിയിലെ നമ്മുടെ വരുണിന്റെ വിവാഹമായിരുന്നു. അപ്പം രണ്ടുപേർക്കും വിവാഹ മംഗളാശംസകൾ നേരുകയാണ്. എത്താൻ സാധിച്ചില്ല, വരുൺ ക്ഷമിക്കുക. രണ്ടുപേർക്കും എല്ലാ ആശംസകളും. അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ മുൻ ബ്ലോക്ക് സെക്രട്ടറിയും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന സുജിത് കൊടക്കാടിനെതിരെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിക്ക് ലഭിച്ച ലൈംഗിക പീഡന പരാതി പോലീസിന് കൈമാറാതെ CPIM. പരാതിക്കാരായ പെൺകുട്ടികൾ പോലീസിനെ സമീപിക്കട്ടെ എന്നാണ് പാർട്ടിയുടെ നിലപാട്. കഴിഞ്ഞ ദിവസമാണ് സുജിത്ത് കൊടക്കാടൻ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണന് ഗ്രൂപ്പ് എഗെയിൻസ്റ്റ് സെക്ഷൽ വയലൻസ് എന്ന സംഘടനയുടെ കൺവീനർ ബിന്ദു അമിണി പരാതി നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര ഏരിയ കമ്മിറ്റി യോഗം ചേർന്ന് ഇയാളെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തിയിരുന്നു. അതേസമയം പരാതിയിൽ വസ്തുതയുണ്ടെന്ന് കണ്ടെത്തിയിട്ടും പോലീസിന് കൈമാറാത്തതിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനമുയരുന്നുണ്ട്. യെസ്, അതാണ് ആ വാർത്തയുടെ അപ്ഡേറ്റ്. അപ്പം നമ്മൾ നേരത്തെ കണ്ട ചേട്ടയുടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ്. അവിടെ വല വിരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കൊന്ന് അതൊക്കെ അവരുടെ ചില ടെക്നിക്കുകളാണ് ആയിരിക്കാം. എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ ധാരണയില്ല. ചേട്ടൻ അടുത്തായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കാമായിരുന്നു. പക്ഷെ കുറച്ച് അകലെയായി പോയി. അപ്പോൾ അങ്ങനെ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതീഷ് മോഹനൻ പറയുന്നു, മദ്യവില കൂട്ടി മദ്യപാനികളുടെയും അവരുടെ കുടുംബത്തെയും കൊള്ളയടിക്കും. ശരിക്കും പറഞ്ഞാൽ മദ്യപാനികൾ കുടുംബത്തെ കൊള്ളയടിക്കുകയല്ലേ? കുടുംബത്ത് കൊണ്ടു കൊടുക്കേണ്ട പൈസയാണല്ലോ നമ്മൾ ഈ മദ്യഷാപ്പിലും വൈൻ ഷാപ്പിലും. അതിൻ്റെ ഇടയ്ക്ക് അതുമായി ബന്ധപ്പെട്ടേ ഗൗതം ഒരു ചോദ്യം ചോദിച്ചിരുന്നു. പ്രജിനെ ഇന്നലെ ബെവറേജിൽ വെച്ച് കണ്ടല്ലോ. പ്രജിനെ ഒരിക്കലും അവിടെ വേറെ എവിടെ വെച്ച് കണ്ടാലും ഒരിക്കലും ബെവറേജ്, ഷാപ്പ്, വൈൻ പാർലർ, ബിയർ പാർലർ ഇവിടെ ഒന്നും അദ്ദേഹത്തെ കാണില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ വേറെ എവിടെയെങ്കിലും കണ്ടാൽ എനിക്കറിയില്ല കേട്ടോ. അതെ, നമുക്ക് മറ്റൊരു ദൃശ്യം കാണിച്ചു കൊടുത്താലോ. തോണിയല്ലേ? അതൊരു എന്താ പറയാ, തോണിയാണോ? അത് തോണിയല്ലല്ലോ, എന്താ പിന്നെ എന്താ പറയണ? ബോട്ടാണ്. ആ ബോട്ടിൽ പോകുന്നത് ഈ പറയുന്ന പോലെ മീൻ പിടിക്കാൻ പോകുന്നവരെ തന്നെയാണെന്ന് തോന്നുന്നു. അത് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവരുടെ ജീവിതത്തിനായുള്ള ജീവസന്ധാരണത്തിനായുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ അതിലേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു വാർത്ത കൊടുക്കാം. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജി കൊലക്കേസിൽ 2 പേരെ കൂടി പ്രതി ചേർത്തു. പള്ളിക്കര സ്വദേശികളായ ഉവൈസ്, ഷമ്മാസ് എന്നിവരെയാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത്. വിദേശത്തേക്ക് കടന്ന പ്രതികളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായ PM ഉബൈദ്, ഭാര്യ ഷമീന എന്ന ജിന്നുമ്മ, PM അസ്നിഫ, ആയിഷ എന്നിവരെ ചോദ്യം ചെയ്തതിന്റെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഉവൈസിനെയും ഷമ്മാസിനെയും പ്രതി ചേർത്തത്. പാത്തൂട്ടി എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെയായിരുന്നു പ്രതികൾ സന്ദേശങ്ങൾ കൈമാറിയത്. ഈ ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ഉവൈസ്. സ്വർണം പണയം വെക്കാനും വിൽക്കാനും പ്രതികളെ ഇവർ സഹായിച്ചിട്ടുണ്ട്. അതിനാലാണ് ഇരുവരെയും പ്രതി ചേർത്തത്. കൃത്യം നടപ്പാക്കിയ സംഘത്തിലുള്ളവരുടെ 1.5 ലക്ഷത്തോളം വാട്സപ്പ് ടെക്സ്റ്റ് മെസ്സേജുകൾ സൈബർ വിദഗ്ധർ പരിശോധിച്ചു വരികയാണ്. വിദേശത്തേക്ക് കടന്ന ഇവരെ നാട്ടിലെത്തിക്കാൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. നേരത്തെ അറസ്റ്റിലായ പ്രതികളെ 3 തവണയായി 13 ദിവസം ചോദ്യം ചെയ്തിരുന്നു. കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം എന്നിവിടങ്ങളിൽ എത്തിച്ച് പ്രതികളെ തെളിവെടുക്കുകയും ചെയ്തിരുന്നു. 24 കാസർഗോഡ്. പ്രജന, നമ്മുടെ ഏതവസ്ഥയിലും സന്തോഷമായിരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. കഴിഞ്ഞ ആഴ്ച കോഴിക്കോട്ടെ പാലിയേറ്റീവ് കെയർ സംഘടനയുടെ ഭാഗമായിട്ട് ഒരു പരിപാടി നടന്നിരുന്നു. അപ്പോൾ ആ പരിപാടിയിൽ വളരെ പ്രായമുള്ള, ഏറെ വേദനകൾ സഹിക്കുന്ന രോഗിയായ ഒരു മുത്തശ്ശൻ ഒരു പാട്ടുപാടി. എത്ര മനോഹരമായിരുന്നു ആ പാട്ട്. അതെ, അദ്ദേഹത്തിന്റെ വയ്യാഴികയിലും ഒരുപാട് രോഗികൾ പങ്കെടുത്ത ഒരു ചടങ്ങാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു കമന്റിലൂടെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് കൃത്യമാണെന്ന് തന്നെ ഞാൻ കരുതുന്നു. എന്തായാലും നമുക്ക് ആ മുത്തശ്ശന്റെ പാട്ടൊന്ന് കേൾക്കാം. ചന്ദ്രികയുണ്ടോ, സന്ധ്യകളുണ്ടോ, ഗന്ധർവഗീതമുണ്ടോ, വസുന്ധരേ വസുന്ധരേ
ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി. അപ്പോൾ ഇന്നത്തെ ദിവസം സാർത്ഥകമായല്ലോ, ഇന്ന് നല്ല ദിവസമായെന്ന് നോക്കാം എന്നാണ് പ്രജിൻ പറഞ്ഞത്. മനോഹരമായ സൂര്യോദയം നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു പരിപാടി സാർത്ഥകമായല്ലോ എന്നല്ലേ പറഞ്ഞല്ലേ? സാർത്ഥകമായല്ലോ, കാരണം ആ മുത്തശ്ശന്റെ പാട്ട് കേട്ടോ, അത്ര മനോഹരമാണ്. തുടക്കത്തിൽ പറഞ്ഞറിയോ, ക്രിസ്ത്യൻ ചെറിയന്റെ സുഭാഷിതം കേട്ടുകൊണ്ടാണ് നമ്മളെ മോർണിംഗ് വാക്ക് തുടങ്ങിയത്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നല്ലതല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ അതെ അതെ. അപ്പൊ മോർണിംഗ് വാക്ക് പൂർത്തിയാവാൻ സമയമാവുകയാണ്. നല്ല സൂര്യോദയം അത് നമുക്ക് കാണുകയും ചെയ്യാം. അപ്പൊ ആ സൂര്യോദയ കാഴ്ചയിൽ നമ്മൾ നേരെ പോകുന്നത് ഇനി മോർണിംഗ് ഷോയിലേക്കാണ്. SK തയ്യാറായി കൊച്ചി സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്.